ലഡാക്ക് കലാപത്തെയും കലാപകാരികളെയും പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ. വീണ്ടും കലാപത്തിന് പരോക്ഷ ആഹ്വാനവുമായി രാഹുലിന്റെ സമൂഹ മാധ്യമ പോസ്റ്റ്. കലാപം അടിച്ചമർത്തിയതിനെയും സോനം വാങ്ചുക്കിനെ ജയിലിൽ അടച്ചതിനെയും ചോദ്യം ചെയ്ത രാഹുൽ രംഗത്ത് വരുന്നു. നേരത്തെ ലഡാക്ക് കലാപത്തിന് പിന്നിൽ കോൺഗ്രസും സോനം വാങ്ചുക്കുമാണെന്ന് തെളിഞ്ഞിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, രാഹുലിന്റെ പ്രകോപനപരമായ കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക ചർച്ചയ്ക്കിടയാക്കുന്നത്. ലഡാക്ക് കലാപത്തെയും കലാപകാരികളെയും പിന്തുണച്ചുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് രാഹുൽ കലാപത്തിന് പരോക്ഷ ആഹ്വാനം പോലും സമൂഹ മാധ്യമങ്ങളിൽ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾ ജിഷ്ണു. വിനോദ്, ലഡാക്കിൽ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ള തരത്തിലുള്ള ഉദ്ദേശമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് നേപ്പാളിലും ശ്രീലങ്കയിലുമെല്ലാം സംഭവിച്ചതിന് സമാനമായൊരു രൂക്ഷമായി രക്തം ചൊരിഞ്ഞുകൊണ്ടുള്ളൊരു കലാപം സർക്കാരിന് നേരെ നടത്തുക എന്ന വലിയ ഗൂഢാലോചന കോൺഗ്രസും തീവ്ര ഇസ്ലാമിസ്റ്റുകളും വിദേശ സഹായത്തോടു കൂടി നടത്തിയതിന്റെ ഭാഗമായിട്ടായിരുന്നു ലഡാക്കിൽ കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ നീണ്ടുന്ന സംഘർഷം ഉണ്ടായിട്ടുള്ളത്. അതിനെ വളരെ കൃത്യമായി നേരിടാനും സമാധാനം ഉറപ്പാക്കാനും സുരക്ഷാ സേനയ്ക്ക് സാധിച്ചു. എന്നാൽ അത്തരത്തിൽ നടപടിയെടുത്തതിനെ വിമർശിച്ചുകൊണ്ടാണ് നിലവിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രാഹുലിന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുള്ളത്. ലഡാക്കിൽ നടന്നത് RSS BJP അക്രമം എന്ന വ്യാജ ആരോപണമാണ് രാഹുൽ ഉയർത്തിയിട്ടുള്ളത്. അവിടെ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം ഒരു വലിയ സംഘർഷത്തിലേക്ക് എത്തുകയും സർക്കാരിന്റെ അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിക്കുകയും കൂടാതെ BJPയുടെ പാർട്ടി ഓഫീസ് അടിച്ചു തകർത്ത് തീവെക്കുകയും ചെയ്തിട്ടുള്ളത് അക്രമകാരികളായിരുന്നു. എന്നാൽ രാഹുൽ ഈ പോസ്റ്റിൽ വ്യക്തമാക്കിയത് ലഡാക്കിൽ RSSും BJPയും അക്രമം നടത്തി എന്നുള്ളതാണ്. കൂടാതെ സോനം വാങ്ചുക്ക് ഉൾപ്പെടെ കലാപകാരികളെ അറസ്റ്റ് ചെയ്തതിനെ അടിച്ചമർത്തൽ എന്ന പദമാണ് രാഹുൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത്തരത്തിൽ കലാപകാരികളെ അംഗീകരിക്കുകയും അല്ലെങ്കിൽ കലാപകാരികൾക്ക് അനുകൂലമായി സംസാരിക്കുകയും അവിടെ സമാധാനം കൊണ്ടുവരുന്നതിനായി സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ക്രിയാത്മകമായി ഇടപെട്ട അല്ലെങ്കിൽ വളരെ കൃത്യമായി അവിടെ മണിക്കൂറുകൾക്കകം ഈ സുരക്ഷ ഉറപ്പാക്കിയിട്ടുള്ള സുരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയുമാണ് രാഹുൽ ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ തന്നെ ലഡാക്കിലെ സംഘർഷത്തിൽ വളരെ കൃത്യമായ പങ്ക് അല്ലെങ്കിൽ അറിവ് രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. നേരത്തെ തന്നെ IB റിപ്പോർട്ടുകളും ഒപ്പം നിലവിൽ പോലീസിന്റെ റിപ്പോർട്ടുകളും DGPയുടെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് പ്രത്യേകിച്ച് അപ്പർ വാർഡിലെ കോൺഗ്രസിന്റെ കൗൺസിലർ ഈ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരുന്നു. കോൺഗ്രസും രാജ്യവിരുദ്ധ ശക്തികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും വിദേശ സഹായത്തോടുകൂടി ഗൂഢാലോചന നടത്തിയാണ് ലഡാക്കിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന സംഘർഷം ഉണ്ടാക്കിയത്. ലക്ഷ്യം നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നടന്നതുപോലൊരു കലാപമായിരുന്നു. പക്ഷേ സുരക്ഷാ സേനയുടെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നിലവിൽ ലഡാക്കിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കിയിട്ടുണ്ട്. വിനോദ്, തീർച്ചയായും ലഡാക്ക് കലാപത്തെയും കലാപകാരികളെയും പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ രംഗത്ത് വന്നിരിക്കുന്നു. വീണ്ടും കലാപത്തിന് പരോക്ഷ ആഹ്വാനമാണ് രാഹുലിന്റെ സമൂഹ മാധ്യമ പോസ്റ്റിലുള്ളത്. കലാപം അടിച്ചമർത്തിയതിനെയും സോനം വാങ്ചുക്കിനെ ജയിലിൽ അടച്ചതിനെയും രാഹുൽ ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ ലഡാക്ക് കലാപത്തിന് പിന്നിൽ കോൺഗ്രസും സോനം വാങ്ചുക്കുമാണെന്ന് തെളിഞ്ഞിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.